അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ഞങ്ങൾ രാവിലെ അല്ലേ എണ്ണീറ്റ് കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ റിസോർട്ടിലുള്ള കുറച്ച് റൈഡറൊക്കെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ വന്നത് വയനാട്ടിലുള്ള കുറുവ ദ്വീപിലായിരുന്നു. സത്യം പറയാൻ ഇവിടെ നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിൽ എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് ഏകദേശം 1.5 hours കണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ ബോട്ടയിലൊക്കെ കയറി നേരെ കുറുവ ദ്വീപിലേക്ക് എത്തി. പിന്നെ അവിടെ ചെന്ന് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തേരാപ്പാരൊക്കെ ഇറങ്ങി കിടക്കുമായിരുന്നു. പിന്നെ അവിടെ നേരെ വെള്ളത്തിലൊക്കെ ചാടി ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സൊക്കെ കയറി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. ഉച്ചയ്ക്കാണെങ്കിൽ നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയും കഴിച്ച് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടായ ബാനാസുര സാഗർ ഡാമിലേക്ക് നമ്മൾ വിട്ട്. ഇവിടെ ആണെങ്കിൽ ഡാമിന്റെ മണ്ടയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ ഡാമിന്റെ മണ്ടയ്ക്ക് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബസ്സിലേക്ക് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും ഡാൻസ് കളിക്കാനും തുള്ളാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ അന്നേരം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും തിരിച്ച് ബസ്സിലേക്ക് കയറി. പിന്നെ അങ്ങോട്ട് ബസ്സിൽ കയറി കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സുകാർക്ക് വേണ്ടി സെറ്റ് ചെയ്ത കുറച്ച് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചാലഞ്ചസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് നമ്മുടെ പണ്ടത്തെ ഫസ്റ്റ് ഇയർ മുതലുള്ള ഇമോഷണൽ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ ആ വീഡിയോസ് കണ്ട് കുറെ പേര് ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമ്മുടെ സഫാരി ട്രാവൽസിലെ ആദർശയുടെ നമ്മളെ കുറച്ച് അഡ്രസ് ചെയ്തു. പിന്നെ നമ്മൾ എപ്പം പോയാലും സഫാരി ട്രാവൽസിന്റെ പാക്കേജ് ആയിരുന്നു എടുക്കുന്നത്. കാരണം ഇവരുടെ പാക്കേജ് എപ്പോഴും അടിപൊളിയാണ്. നമുക്ക് ഈ പാക്കേജ് സെറ്റ് ചെയ്യുന്ന സഫാരി ട്രാവൽസിലെ ആരോമലായിട്ടും വലിയൊരു ടാങ്ക്സ് പറയുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ നമ്മുടെ കോളേജിലേക്ക് എത്തി.